New Year is always a time of a lot of delight and cheer. നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മൾ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു, വാട്ട് ഡസ് ഇറ്റ് ബ്രിങ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് കം ടുഗദർ എന്നുള്ള സന്ദേശവുമായി ജെയ്സിനെ ഞാൻ ഹൃദയപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ഏസ. ജെമ്മിൻ്റെ 2025 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹവും സമാധാനവും നിറഞ്ഞ സന്ദേശം നിറഞ്ഞ ഈ ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ എല്ലാവർക്കും നേർന്നു. നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതുപോലുള്ള കൂടിച്ചേരലുകളും നമ്മുടെ ഭവനങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്നതും ക്രിസ്മസും പുൽക്കൂടും നക്ഷത്രങ്ങളൊക്കെ തൂക്കുന്നതും എല്ലാവരും ഒന്നിച്ച് പള്ളിയിൽ പോകുന്നതും വളരെയധികം നല്ല സന്തോഷം പങ്കുവെക്കുന്നതുമായിട്ടുള്ള നിമിഷമാണല്ലോ നമ്മുടെ ഏവരുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അതുപോലെ തന്നെ എനിക്ക് അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2026 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യേശു ബെത്ലഹേമിൽ ജനിക്കുന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഒരു പ്രത്യാശ നൽകിക്കൊണ്ടാണ്. ആ പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഒരു യേശു ജനിക്കുന്നത്. ഓരോ ക്രിസ്മസിലും നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതിലാവണം നമ്മുടെ ഒരു ചിന്താഗതിയും നമ്മുടെ ഒരു ശ്രദ്ധയും. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ കലുഷിതമായ ഒരു ലോകമാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ട്. ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, മതപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ ഈ ചുറ്റിലുമുണ്ട്. അതിൽ വളരെയധികം ആൾക്കാർ ദുഃഖിക്കുന്നുമുണ്ട്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് അവരിൽ എത്തിച്ചു കൊടുക്കാനും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തന്നെ സ്വയം ഒരു ക്രിസ്മസ് ഗിഫ്റ്റായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുതന്നെ ആകട്ടെ ഇത്തവണത്തെ എല്ലാവരുടെയും ഇനി വരുന്ന ക്രിസ്മസ് എല്ലാവരുടെയും നമ്മുടെ ഒരു ചിന്താഗതിയിലുള്ള മാറ്റമാണ് എല്ലാത്തിലുമുള്ള മാറ്റം. ആ മാറ്റം എല്ലാവരിലും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും വലിയവരും കുറച്ചൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അതെല്ലാം വളരെയധികം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി സ്നേഹവും സമാധാനം നിറഞ്ഞ, ഐശ്വര്യവും സമാധാനം നിറഞ്ഞ നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നിർത്തട്ടെ. നന്ദി.